ഈ യാത്ര എങ്ങനെയുണ്ട്? ரொம்ப பிரமாதம், ரொம்ப நல்ல. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മലയാള ഭാഷ യൂസ് ചെയ്യാറില്ല. ഒരു വ്യൂ പോയിന്റ് വന്ന മേഘമലയുടെ ഏറ്റവും എൻഡായതെന്നാ പറഞ്ഞത്. നമ്മൾ വ്യൂ പോയിന്റ് ചെന്ന് അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും. അതെ, ഞങ്ങൾ വണ്ടിയെ പൊക്കോണ്ടിരുന്നപ്പോ ഒരു പുലിയെ കണ്ടു. പുള്ളിപ്പുലി, പക്ഷെ വിഷയക്കാരനല്ലെങ്കിലും ഈ വഴിയെ കൂടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പേടിയുണ്ടോ? അപ്പൊ അവിടെ വരാൻ തന്നെ വന്നപ്പോ അമ്പാടി പറഞ്ഞു, ദേ ആ ബസ്സിന്റെ പുറകെ മീനാക്ഷിയുടെ പടം ഉണ്ടെന്ന്. ഹായ്, ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീട്ടിലല്ല, തമിഴ്നാട്ടാണ്. നമ്മൾ വെക്കേഷൻ സമയത്തൊന്നും എങ്ങും പോകാനൊന്നും ഇപ്രാവശ്യം കാര്യമായിട്ട് പറ്റിയില്ല. അപ്പം ഞങ്ങളിപ്പോൾ വെക്കേഷൻ തീരാറായി, എന്നാലും എങ്ങോട്ടെങ്കിലും പോകേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ വരുമ്പം കമ്പന്തേനി, മേഘമല ആ സൈഡൊക്കെ എപ്പോഴും നമ്മൾ വരാറുണ്ട്. അപ്പം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇപ്പം മേഘമലയുള്ളത്. നമ്മൾ കുമളിയിലായിരുന്നു സ്റ്റേ ഒക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം മേഘമലയ്ക്ക് വന്നു. ഈ സ്ഥലം നമ്മൾ എത്ര വർഷം മുന്നെയാ? ഒരു 6-7 വർഷം മുന്നേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ മേഘമലയ്ക്ക് പോകുന്ന സമയത്ത് അന്ന് ഇവിടെ പാസ്സൊന്നും ഇല്ലായിരുന്നല്ലേ? അന്ന് ഇവിടെ അങ്ങനെ പാസ്സൊന്നും ഇല്ല കയറാനായിട്ട്. അപ്പം ആ സമയത്ത് വന്ന് ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിക്കുമായിരുന്നു. ഇവിടെ അപ്പൂപ്പനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. അവരിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിന് ചെന്ന് കണ്ട് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇനി മേലോട്ട് പോകാൻ പോവാം. ഓക്കെ, ഒരു വ്യൂ പോയിന്റ് വന്ന മേഘമലയുടെ ഏറ്റവും എൻഡായതെന്നാ പറഞ്ഞത്. അപ്പോൾ ഈ വ്യൂ പോയിന്റ് ഇവിടുന്ന് എങ്ങോട്ടോ നടക്കണം. ഇവിടുന്ന് എങ്ങോട്ടോ നടക്കണ്ടേ? എനിക്കും അറിയത്തില്ല. അയ്യോ, അമ്മയൊക്കെ കണ്ടോ തട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് വന്ന പോലെ. ഇവിടുന്ന് എങ്ങോട്ടോ നടക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വ്യൂ പോയിന്റിന്റെ മേൽ ഇത്രയും വന്ന സ്ഥലം നല്ല രസമായിരുന്നു. ഇവിടെ മൊത്തം ഇങ്ങനെ കുറേ തേയിലത്തോട്ടമാണ്. എന്നിട്ട് കുറേ വീടൊക്കെ ഇങ്ങനെ അടുങ്ങി. അപ്പം ഈ തേയിലത്തോട്ടം മേളിൽ നിന്ന് കുറേ തേയിലത്തോട്ടം അടുങ്ങിയിരിക്കുന്ന കാണുമായിരിക്കും. പിന്നെ അവിടെ ഇവിടെയും കുറച്ച് വെള്ളവും കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് നോക്കാം. മേളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് പ്രായമായ അമ്മച്ചിമാരെയാണ്. ഇവർ വ്യൂ പോയിന്റ് കാണാൻ വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ കാല് കോച്ചി പിടിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ യുവത്വങ്ങൾ പോയി വ്യൂ പോയിന്റ് കണ്ടിട്ട് വരാം. ഇവരിവിടെ തേയിലകൾ നുള്ളുന്ന പിക്ചർ എടുത്തിക്കട്ടെ. നമുക്ക് പോവാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ യാത്ര എങ്ങനെയുണ്ട്? ரொம்ப பிரமாதம், ரொம்ப நல்ல. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മലയാള ഭാഷ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് അങ്ങനെയാണ്. പൊണ്ടാട്ടിയൊക്കെ തേയിലെന്നുള്ള നിന്നു. കാലുവേദനയാണ്. കേറുന്നില്ലേ? ഇല്ല. അതിങ്ങോട്ട് വരുന്നില്ലേ കൊച്ചാ? ഇല്ല. പിന്നെ അവരെ പൈസ കൊടുത്തതോ? ആര്? നിനക്കൊന്നും പൈസ കൊടുക്കണ്ട. 3 പേരെ കയറുന്നുള്ളൂ. ഞാനും അച്ഛനും കുട്ടാപ്പിയും. 4 പേരെന്നാ പറഞ്ഞേ. 120 ഞാനവിടെ കൊടുത്തു. 1, 2 കുട്ടാപ്പി, പിന്നെ ഇവൻ 3. കൊച്ചെ, പിള്ളേർക്ക് പൈസ കൊടുക്കണ്ടേടി കൊച്ചെ. തിരിച്ചു തരാ ചേട്ടാ. ചുമ്മാ ടിക്കറ്റ് എടുത്തു. അത് ആരും ഇനി പോയില്ലേ? ഏത് 120 രൂപയോ? പിന്നെ അത് ചോദിക്കാം. ആ ചേട്ടനോട് പറഞ്ഞാ പോരെ? അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. നമ്മൾ വ്യൂ പോയിന്റ് ചെന്ന് അവിടെ ഒന്നും കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും. അതെ, വ്യൂ പോയിന്റ് എത്തി കേട്ടോ. ഇങ്ങനെയാണ് സ്ഥലം. അതെ, നോക്കട്ടെ. ഓ, കൊള്ളാം. പക്ഷേ അത് കൂട്ടം കുട്ടാപ്പിയുടെ കയ്യില. ഞങ്ങൾ വണ്ടിയെ പൊക്കോണ്ടിരുന്നപ്പോ ഒരു പുലിയെ കണ്ടു. പുള്ളിപ്പുലി, പക്ഷെ വിഷയക്കാരനല്ലെങ്കിലും ഈ വഴിയെ കൂടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ വല്ല പൂച്ചയെ കണ്ടു പറയുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ശരിക്കും പുലിയെ. പക്ഷെ ഇവിടെയൊക്കെ മനുഷ്യർ ഇറങ്ങി നിപ്പുണ്ട്. ഇത് കണ്ടോ? ഹലോ, അവിടെ ഒരു പുലിയുണ്ട് കേട്ടോ. ഞാനിപ്പോ പാത്തേ അങ്ങ് ഓടിയിട്ടുണ്ട്. അല്ല, ഇവിടെ തൊട്ട് പറയില്ലേ ഈ വണ്ടി വന്നപ്പോ പെട്ടെന്ന് വന്ന് അങ്ങോട്ട് ചാടി.
പിന്നെ ഞങ്ങൾ പുലിയൊക്കെ കണ്ട് വണ്ടി ഇരുന്ന ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്പാടി പറഞ്ഞു ഇവിടെ ഈ ഇങ്ങനെ ഉടുപ്പൊക്കെ തൂക്കി വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കയറാൻ നേരം അത് ഇവിടുത്തെ ഒരു മെയിൻ, എവിടെ ചെന്നാൽ നല്ല രസമാണ് അത് കാണാൻ. അപ്പോൾ അവിടെ വരാൻ തന്നെ വന്നപ്പോൾ അമ്പാടി പറഞ്ഞു ദേ ആ ബസ്സിൻ്റെ പുറകെ മീനാക്ഷിയുടെ പടം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പൊക്കേ അമ്പാടി അവിടെ നിന്ന് ചുമ്മാ ഓരോന്ന് പറയാൻ ഞാൻ കളിയാക്കി. പക്ഷെ ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കിയപ്പം ശരിയായിരുന്നു, ആ ബസ്സിൻ്റെ പുറകെ എൻ്റെ പടം ഉണ്ടായിരുന്നു. കാണാവോ? ഇത് സൂം ആവത്തില്ല, ഞാൻ ബാക്ക് ക്യാമറ സൂം ചെയ്ത് കാണിച്ചു തരാം. സത്യത്തിൽ എൻ്റെ പടം ഉണ്ടായിരുന്നു. പാവ അമ്പാടി നമ്മൾ തെറ്റിദ്ധരിച്ചു. അതൂട്ടാ ഇത് എന്നീ നോക്കുന്നേ, ഇത് കുഞ്ഞുവാവയുടെ ഉടുപ്പല്ലേ? ഇത് അതൂട്ടും ചേരത്തില്ല, കുഞ്ഞുവാവയുടെ ഉടുപ്പാ. കടിക്കാൻ വരും കേട്ടോ, പേടിയുണ്ടോ? ഇല്ലില്ല, തീരെ പേടിയില്ല. ഡോറ് തുറന്ന് കേറുക. അതോട്ടിനെ നോക്കുന്നത്. അതെ ധൈര്യശാലി ഇരിക്കുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഭയങ്കര തണുപ്പായി ഇവിടെ. ഞങ്ങളിപ്പം അവിടെ നിന്നൊക്കെ മേഘമലയിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ചായ കുടിയും പരിപാടിയൊക്കെ ആയിട്ട് അതങ്ങ് പോയി. ഇവിടെ വന്ന ചായ കുടി മസ്റ്റാണ്. തമിഴ്നാട് എത്തി അപ്പം ചായ കുടിക്കണം. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നത് കുമളിയിലൊരു നിഞ്ച ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ഭയങ്കര അടുപ്പമുള്ള അവിടുത്തെ റോസ്ലി ആൻറ്റിയും റോബിനങ്കളും ഒക്കെ നമ്മളൊരു ഭയങ്കര അടുപ്പാണ്. അപ്പം അവരുടെ അടുത്താണ് എപ്പോൾ കുമളി വന്നാലും നിൽക്കുക. പിന്നെ ഇവിടെ ഒരു താജ് അങ്കിളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്കിളുടെ അപ്പം നിഞ്ച ഹോം സ്റ്റേ എന്ന് ഞങ്ങൾ താജങ്ങളുടെ ഇവിടെ ഒരു ടെൻറ്റ് പോലത്തെ സംഭവമുണ്ട്, അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ടെൻറ്റിലാണ് സ്റ്റേ. ആ ടെൻറ്റ് എവിടെയാണ് നിങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ വന്നപ്പോൾ താമസിച്ചു പോയി. ഇനിയിപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറയുന്നു. എന്നെ അതുട്ടാ ഇതൊരു ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ്. തണുപ്പ് ഒരു പുക പോലത്തെ സാധനം ഇങ്ങനെ മേളിലോട്ട് പോകാതെ അതോട്ടം പറഞ്ഞു. അതുകൂടെ ഇഷ്ടപ്പെട്ടോ? നല്ല പോലെ ഇതെന്താ കുഞ്ഞിപ്പുഴു. അപ്പോൾ ഇവിടെ ഇനി ടെൻ്റ് ഉണ്ട്. ടെൻറ്റിലാണ് നമ്മൾ കിടക്കുന്നത് അല്ലേ? ഒരു ടെൻറ്റിൽ എത്ര പേർ കിടക്കാന്ന് പറഞ്ഞേ? ഒരു ടെൻറ്റ് 3 പേർക്ക്. എങ്ങനെയുണ്ട് താങ്കളുടെ എക്സ്പീരിയൻസ്? നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. ഇതിയുടെ സൂപ്പർ, ഒന്നും പറയാനില്ല. ഇവിടുന്ന് താഴോട്ടൊക്കെ നമുക്ക് കുമളി ടൗൺ കാണാം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഇത് ഇവിടുത്തെ പേരെന്താന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാവേ. ആ അങ്കിളിനോട് ചോദിച്ചു നോക്കട്ടെ ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്താന്ന്. അത് കണ്ടോ, അവിടെ ഒരു ഹാർട്ടൊക്കെ, ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി നല്ല ഫ്രെയിമുണ്ട്, അടിപൊളി. ആ ഇവിടെയാന്ന് തോന്നുന്നു ക്യാമ്പ് ഫയർ. കണ്ടോ കാണാവോ ആ കസേരയൊക്കെ ഇട്ടിരിക്കുന്നത്? അവിടെയാന്ന് തോന്നുന്നു ക്യാമ്പ് ഫയർ. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ക്യാമ്പ് ഫയറിൻ്റെ അടുത്തുനിന്ന് ഡാൻസൊക്കെ കളിച്ച് ഇപ്പം കയറി ഒരു 12 മണി ആവാറായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് കിടന്നുറങ്ങാൻ പോയി. ഇതാ നമ്മുടെ ടെൻസ് കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്, അടിപൊളിയാണ്. ബാക്കിയൊക്കെ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ടാറ്റ ബൈ, സീ യു.